ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിചാരിക്കും. ഞാൻ ഒരുപാട് ദിവസമായിട്ട് വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ ഇന്ന് കയ്പ്പൊക്കെ വെച്ചിട്ടുള്ള ഒരു കറിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിൽ കുറച്ച് കടുക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്, കുറച്ച് ഉലുവയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി വഴറ്റി കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള കയ്പ്പൊക്കെ ഉണ്ടല്ലോ, അതേപോലെ വട്ടത്തിൽ അരിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. അത് നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നതിന് ശേഷം ചട്ടിയിൽ ഇതേപോലെ കുറച്ച് സ്ഥലം മാറ്റി വെച്ചിട്ട് ആ വെളിച്ചെണ്ണയിൽ തന്നെ നമ്മളെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഞാൻ ചേർത്തിട്ടുള്ളത് പഞ്ചസാരയാണ് കേട്ടോ. ഒരു 1/2 സ്പൂണോളം പഞ്ചസാര കൂടി ചേർത്ത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായി മിക്സായി എടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പുളിയാണ് കേട്ടോ. ഞാൻ കുറച്ച് പുളി വെള്ളത്തിലിട്ടിട്ട് അത് നന്നായി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ വെള്ളം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ അത്രയും മതിയെന്ന് വെച്ചിട്ട് കുറച്ച് ഒഴിച്ച് കൊടുത്തുള്ളൂ കേട്ടോ. ഇനി കുറച്ച് സമയം ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. അപ്പോൾ അതാ നന്നായിട്ട് തിളക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ കയ്പ്പൊക്കെ ഏകദേശം നന്നായിട്ട് തന്നെ വെന്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന കുറച്ച് കായത്തിൻ്റെ പൊടിയാണ് കേട്ടോ. അത് ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഞാൻ തീ ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കയ്പ്പൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിക്കോ. ഏത് കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്കും ഇഷ്ടമാവും കേട്ടോ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതേപോലെ ഒന്ന് ട്രൈ ആക്കിക്കോണ്ടിട്ടാ. അപ്പോൾ അതാ നല്ല അടിപൊളിയായിട്ട് നമ്മളെ കയ്പ്പങ്ങയുടെ അച്ചാറെന്ന് പറയാം, കറി ആക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഞാൻ ചോറൊക്കെ എടുത്തിട്ട് അതിലേക്ക് കറി ആക്കി വെച്ചിട്ട് ഇതന്നെ മതി കേട്ടോ, വേറെ കൂട്ടാനൊന്നും വേണമെന്നില്ല. അടിപൊളിയായിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ചക്കേൻ്റെ ഉപ്പേരിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇടിഞ്ചക്കയുടെ ഉപ്പേരിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസ് വേണമെങ്കിൽ ഞാൻ പിന്നീട് ഇട്ടേരാം കേട്ടോ. ഞാൻ തേങ്ങേൻ്റെ ചമ്മന്തിയൊക്കെ പൊടിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഇടിഞ്ചക്കേൻ്റെ ഉപ്പേരിയാണ് കേട്ടത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവരോടും അസ്സലാമു അലൈക്കും.